റോണി കെ ബേബി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇന്ന് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. താങ്കൾക്ക്, താങ്കളുടെ രാഷ്ട്രീയ ചേരിക്ക്, രാഷ്ട്രീയ കക്ഷിക്ക് അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ റോണി, വളരെ നെഗറ്റീവായ വാർത്തകൾ അതിൻ്റെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് വാർത്തകളുടെ ഒരു പ്രവാഹമാണ്. ഒറ്റ പേരാണ് നിർദ്ദേശിച്ചത്, ഒറ്റ പേര് തന്നെ ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ചെയ്തു എന്നിടത്താണ് അതിൻ്റെ ഒരു പോസിറ്റീവായ വശമുള്ളത്. ആ നിർണയ യോഗത്തിൽ, സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ എതിർപ്പുകൾ ഉയർന്നു എന്നാണ് വാർത്തകൾ. മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ പറയുന്നു, പ്രാദേശിക എതിർപ്പുകൾ ഒരുപാടുള്ള സ്ഥാനാർത്ഥിയാണ്, നമുക്ക് മറ്റൊന്ന് ചിന്തിക്കണം എന്ന് പറയുന്നു. അവിടെ മുതൽ എതിർപ്പുകൾ തുടങ്ങുന്നു. അതിനെയൊക്കെ ഒരു സമവായത്തിലെത്തിച്ച് ഒറ്റ പേര് നിർദ്ദേശിക്കുന്നു. താങ്കൾ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് എന്തു പറയുന്നു? ഒപ്പം തന്നെ സമാന്തരമായി വരുന്ന ഈ എതിർവാർത്തകളെക്കുറിച്ച് എന്തു പറയുന്നു? റോണി, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തില് ഉണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ അത് ഇങ്ങനെയൊക്കെയാണ് എന്ന് കൈരളി എങ്ങനെയാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാ ചാനലുകളിലും വരുന്നുണ്ട്, എല്ലാ ചാനലുകളെയും കൂടി താങ്കൾക്ക് തള്ളി പറയാം. ഞാനും ചാനലുകളൊക്കെ വാർത്തകളൊക്കെ കേട്ടിട്ടാണ് ഞാനും പിന്നെ ഈ ചർച്ചയ്ക്ക് വരുന്നത്. ഏതൊക്കെയാലും ഒരു നേതാവ് ഒരാളെ നിർദ്ദേശിക്കുകയും ബാക്കിയുള്ളവരെല്ലാം അതിന്റെ പഞ്ചപുച്ഛ വടക്കി അനുസരിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യമല്ല കോൺഗ്രസിലുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ജയസാധ്യത മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതാണ് അതിനുവേണ്ടിയിട്ടാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് സമിതി എന്ന് പറയുന്നത്. അത് പാർട്ടിയുടെ ഔദ്യോഗിക ഫോറമാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമിതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. അവിടെ കൃത്യമായി തന്നെ അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് ഏറ്റവും വിജയ സാധ്യത നോക്കി സ്ഥാനാർത്ഥിയെ ഏകകണ്ഠമായി ഒറ്റരാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയത്. കാരണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 3 പേര് ഹൈക്കമാൻഡിലേക്ക് വിടാമായിരുന്നു, അല്ലെങ്കിൽ AICCയിലേക്ക് വിടാമായിരുന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ നമുക്കറിയാം 4-5 വർഷമായി കേരളത്തിലെ കോൺഗ്രസ് പിന്തുടരുന്ന ഒരു പാരമ്പര്യമാണ്, ഞങ്ങളുടെ ഒരു ചരിത്രം അങ്ങനെയാണ്. ഇത് 4ാമത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃക്കാക്കര കഴിഞ്ഞു, അതുപോലെ തന്നെ പുതുപ്പള്ളി കഴിഞ്ഞു, പാലക്കാട് കഴിഞ്ഞു, പിന്നെ ആലത്തൂർ കഴിഞ്ഞു. ഇത് 5ാമത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഈ 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഒരൊറ്റ സ്ഥാനാർത്ഥിയെ ഇവിടുന്ന് ഔദ്യോഗികമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അത് ഇപ്പോൾ AICC അത് അംഗീകരിച്ച് നൽകിയിരിക്കുകയാണ്. ഓരോ അഭിപ്രായ വ്യത്യാസവും കോൺഗ്രസിനകത്തുമില്ല, UDF-നകത്തുമില്ല. UDF-ലെ എല്ലാ കക്ഷികളുമായി ചർച്ച ചെയ്ത് തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരു അപശബ്ദവും ഒരു എതിർ ശബ്ദവും ഒരു വിഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായവും ഇപ്പോൾ നിങ്ങൾ പറയുന്നത് VS ജോയി ഇപ്പോൾ അങ്ങ് പരിശോധിക്കുക. അദ്ദേഹം കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് നിരുപാധികമായി എല്ലാ പിന്തുണയും, ഒരു DCC പ്രസിഡന്റ് എങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിച്ച്, കാരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കാണ് അതിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം ചലിപ്പിക്കുക എന്ന പൂർണ്ണ ഉത്തരവാദിത്തം 100% ആത്മാർത്ഥമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ VS ജോയി അത് സ്വാഗതം ചെയ്ത് മുഴുവൻ പിന്തുണയും പ്രഖ്യാപിച്ച് ഒട്ടായി UDF തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മറ്റ് ഒരു തരത്തിലുള്ള അപശബ്ദങ്ങളും പാർട്ടിയിലുമില്ല, മുന്നണിയിലുമില്ല. റോണി കെ ബേബി, ഞാൻ തിരിച്ചു വരാം.